പണ്ടേ സിനിമയിൽ വന്ന സമയത്തെ ചാക്കോച്ചന്റെ വീട്ടിലേക്കുള്ള പണ്ടെന്ന് പറയുമ്പോ ഭയങ്കര പണ്ടാണോ? അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ കാലാണ് എന്തായാലും. വേണ്ട ചോദിക്കണ്ടായിരുന്നോ? അല്ലേ? ശരി, പണ്ട് പണ്ട് ഈ അടുത്ത് ശരി പറഞ്ഞോളൂ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. പോസ്റ്റ്മാൻ ചാക്കോച്ചന്റെ വീട്ടിലേക്ക് വന്നിരുന്ന പോസ്റ്റ്മാൻ ലോഡിംഗ് തൊഴിലാളിയുടെ പണി കൂടി ചേരുന്നത് കേട്ടോ? എന്താ അല്ല, പണ്ടെന്ന് പറഞ്ഞ ഈ അടുത്ത് ഇതേപോലെ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ സംഭവങ്ങളും പരിപാടികളൊന്നും അല്ലേ, വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കത്തുകളായിരുന്നു അല്ലെങ്കിൽ കാർഡ്സ് ആയിരുന്നു കൂടുതൽ. അപ്പം ക്രിസ്മസ് അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ അങ്ങനെയുള്ള സമയങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ലെറ്റേഴ്സും കാർഡ്സും ഒക്കെ വരും. അപ്പോൾ അതിൽ കുറച്ചധികം ഉണ്ട്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് കണക്കിനൊക്കെ ഉണ്ട്. ഒരു ദിവസം ചാക്കൊക്കെ വരുമോ? കുറെയൊക്കെ ഞാൻ വായിക്കും, കുറെയൊക്കെ അനിയത്തിമാര് വായിക്കും. കുറെ ലെറ്റേഴ്സിനും കാർഡ്സിനൊക്കെ റിപ്ലൈ താങ്ക്സ് ഒക്കെ അയക്കും. കുറെ പേര് ഫോട്ടോസ് ഒക്കെ ചോദിച്ചിട്ടായിരിക്കും വിളിക്കുക, ലെറ്റേഴ്സ് അയക്കുക. അപ്പൊ അത് തന്നെ കുറെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒപ്പൊക്കെ ഇട്ട്. അപ്പൊ അന്ന് കിട്ടിയ ആൾക്കാര് കുറച്ച് പേരെ പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അതൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്. യൂഷ്വൽ സസ്നേഹം, സ്നേഹപൂർവ്വം, സ്നേഹത്തോടെ, ഒരുപാട് നന്മകൾ, എന്നും നന്മകൾ. അതൊക്കെ വളരെ കുറവാണ്. അങ്ങനെയൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഇല്ലില്ല, ഞാൻ എന്നെ തന്നെ പൊക്കി പറഞ്ഞാലേ ശരിയാവില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കുറവാണ്. കൂടുതലും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരും പണ്ട് ഫോട്ടോസ് ആയിരുന്നു വേണമെന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതൽ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ കത്തുകൾ അയച്ചിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കത്തുകളും ഫോട്ടോസൊക്കെ അയച്ച് സ്റ്റാമ്പിനൊക്കെ നല്ല വിലയാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് ബഡ്ജറ്റ് ഇത്രയും ബഡ്ജറ്റേ ഉള്ളൂ, ഇതിനുള്ള മറുപടി അയച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. ആൺകുട്ടികളും ഉണ്ട്. അപ്പൊ നല്ലതും അത്ര നല്ലതല്ലാത്ത ഇടയ്ക്ക് ശാലിനി എന്ന് പറഞ്ഞ ഒരു കുട്ടി പണ്ട് പഠിച്ചിരുന്നപ്പോ ഇങ്ങനെ കലൂര് ഭാഗത്ത് അങ്ങോട്ട് താമസിച്ചിരുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടി ലെറ്റർ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് 1ാം ക്ലാസ്സിലെ കാര്യം ഞാൻ പറയുന്നത്. 1ാം ക്ലാസ്സോ? അത്രയില്ല.